സംസ്ഥാനത്ത് 2 ദിവസം കൂടി ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നാളെ വരെ തുടരും. സംസ്ഥാനത്തെ വിവരങ്ങളുമായി ഇപ്പോൾ നിർബൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. റുബൻ, 2 ദിവസം കൂടി നിലവിലെ ഈ ഒരു ഉയർന്ന താപനില എന്ന ഒരു കണക്ക് അല്ലെങ്കിൽ ആ ഒരു തോത് തുടരുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ തിരുവനന്തപുരത്ത് രാത്രി വൈകി തുടർച്ചയായ ദിവസങ്ങളിൽ അനുഭവപ്പെട്ട ഒരു ചൂടിന്റെ അന്തരീക്ഷമായിരുന്നില്ല. പൂർണ്ണമായും ഈ ഉയർന്ന താപനില എന്ന ഒരു നില അത് വിട്ടുപോകുന്നു എന്നൊരു ആശ്വാസജനകമായ സാഹചര്യത്തിലേക്ക് എത്താൻ കഴിയുമോ? മുന്നറിയിപ്പ് അതുപോലെ തുടരുന്നുണ്ട് കാവ്യ. പക്ഷേ നേരിയ ചൂടിന് ആശ്വാസം ലഭിക്കുന്നത് ഉണ്ടായ വേനൽ മഴയാണ്. ആ വേനൽ മഴ യിൽ നിന്ന് ചൂട് അതിയായി കൂടുന്ന അവസ്ഥ, അത് ക്രമാതീതമായി കൂടുന്ന അവസ്ഥ ഇപ്പോൾ ഒഴിവായിട്ടുണ്ട്. എന്നാലും മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. ഉഷ്ണതരംഗത്തിൻ്റെ മുന്നറിയിപ്പ് പാലക്കാട് നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ യെല്ലോ അലർട്ട് വയനാടും ഇടുക്കിയും ജില്ലകളിൽ ഒഴിച്ചുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുന്നുണ്ട്. നേരത്തെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ അതേപടി തുടരണം എന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പറയുന്നത്. ഈ സ്കൂളുകൾക്കുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പാടില്ല, കളിക്കളങ്ങളിൽ പരിശീലനം പൂർണ്ണമായി ഒഴിവാക്കണം, ഈ ജോലി സമയത്തെ ഇളവ് രാവിലെ 11 മണിക്കും പിന്നെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള ഇടവേള നൽകണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പറയുന്നത്. കാവ്യ, ഒരു ആശ്വാസമുള്ളത് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസങ്ങൾ മുതൽ വേനൽ മഴ ആരംഭിക്കും എന്ന കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്, പുതിയ നിർദ്ദേശം വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് നേരിയ ആശ്വാസം ലഭിക്കുന്നത്. ഈ മഴ അടുത്ത ഒരാഴ്ച നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒറ്റപ്പെട്ട മഴ എല്ലാ സ്ഥലങ്ങളിലും കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഉഷ്ണതരംഗത്തിൻ്റെ തോത് ഇനി വരും ദിവസങ്ങളിൽ മഴ ലഭിച്ചാൽ മാറുമെന്ന പ്രതീക്ഷയാണ് ഏവരും വച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാവ്യ സൂചിപ്പിച്ചതുപോലെ ഈ നേരത്തെ കഴിഞ്ഞ ഒരാഴ്ച നീണ്ടുനിന്ന ഓരോ ദിവസവും തരംഗത്തിൻ്റെ സാധ്യത പാലക്കാട് ജില്ലയൊക്കെ ചുട്ടുപൊള്ളുകയായിരുന്നു. പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ക്രമാതീതമായ വർധനവിലേക്ക് ഉയരുന്ന സാഹചര്യം ഒഴിവായിട്ടുണ്ട്. അത് ഇടയ്ക്ക് വന്ന വേനൽ മഴയാണ് പല ജില്ലകൾക്കും ആശ്വാസമായി മാറിയത്. പക്ഷെ പാലക്കാട് ശക്തമായ ചൂട് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കുന്ന മഴ ഒരു 5 ദിവസക്കാലം തുടർന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തെ മുന്നറിയിപ്പ് പറയുന്നത്. അത് ലഭിച്ചാൽ ഈ വേനലിന്, കടുത്ത ചൂടിന് നേരിയ ആശ്വാസം ലഭിക്കും എന്നതാണ് ഏവരും കരുതുന്നത്. അറിയാം, ഈ നമ്മൾ കാലാവസ്ഥയുടെ ഈ ചൂട് ശക്തമായി തുടരുന്ന രാത്രിയിലും ശക്തമായ ചൂടുണ്ട്. ഇതിനിടയിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട നമുക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇടയ്ക്ക് വൈദ്യുതി ബന്ധം നിലച്ചുപോയാൽ പല സ്ഥലത്തും ഈ ഓവറായിട്ടുള്ള ഉപയോഗം കാരണം ട്രിപ്പാവുന്ന അവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. KEB ഔദ്യോഗികമായി നിയന്ത്രണമൊന്നും ഏർപ്പെടുത്തുന്നില്ല എന്നതാണ് അവർ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് കറണ്ട് പോയാൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളും ഒപ്പം തന്നെ വൃദ്ധജനങ്ങളും ഒക്കെ തന്നെ പുറത്തിറങ്ങുമ്പോൾ പാലിക്കേണ്ട, കുട എടുക്കണം, നടന്ന് വഴിയാത്രക്കാരായി ആയാൽ പോലും അവർ കുപ്പിവെള്ളം ഒപ്പം കരുതണം. വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവർ, പൊതുഗതാഗതമൊക്കെ ഉപയോഗിക്കുന്നവർ എപ്പോഴും കുടിവെള്ളം കയ്യിൽ കരുതണം എന്ന തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ അതേപടി തുടരുന്നുണ്ട്. നമുക്കിനി ആശ്വാസമായി കാത്തിരിക്കേണ്ടത് വേനൽ മഴ ഈ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ ആരംഭിക്കുമെന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഉഷ്ണതരംഗത്തിൻ്റെ ഈ ഒരു വലിയ മൂർധന്യാവസ്ഥയിൽ നിന്ന് നമുക്ക് താഴ്ന്ന് തണുപ്പിലേക്ക്, ഈ ചൂട് കുറയുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാവ്യ. ശരി, നിർബൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ നൽകിയത്.